നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന ചിന്താഗതിയുടെ പുറത്ത് ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എല്ലാവർക്കും വേണ്ടത് SCRTയിലെ കണ്ടൻറ്റാണല്ലേ. കോമൺ PSCക്ക് ചോദിക്കുന്നത് SCRTയിലെ കണ്ടൻറ്റുകളാണ്. അപ്പോൾ ഈ SCRT കണ്ടൻറ്റ് അത് എങ്ങനെ യൂസ്ഫുള്ളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം, അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയൊക്കെ PSC ചോദ്യങ്ങൾ ചോദിക്കും, ഈ തരത്തിൽ വീഡിയോസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇന്ന് ഞാൻ 5ാം ക്ലാസ്സിലെ SCRT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് വോളിയം, 5ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ വലിയ ചോദ്യങ്ങളൊന്നും അതിനകത്തില്ല, അപ്പോൾ ഉള്ള ചെറിയ ചെറിയ പോയിൻറ്റ്സ് ഉണ്ടല്ലോ അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നേക്കുവാണ്. അപ്പോൾ ഇത് യൂസ്ഫുള്ളാണ്. മുന്നോട്ട് ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ അഭിപ്രായങ്ങൾ പറയണേ. ആദ്യത്തെ ഒരു ചോദ്യം ഈ ഭാഗത്തു നിന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 ഏത് വർഷമായിട്ടാണ് ആചരിച്ചത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ടാണ് ആചരിച്ചത്. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു 2023 ചെറുധാന്യ വർഷാചരണത്തിൻ്റെ ലക്ഷ്യം. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചെറുധാന്യങ്ങൾ? ജോവർ, റാഗി, വരക്, തീന, ബജ്ര. ജോവർ, റാഗി, വരക്, തീന, ബജ്ര തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ചെറുധാന്യങ്ങൾ. അടുത്ത ചോദ്യം, ലോക ഭക്ഷ്യദിനം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013 എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. ഏതാണ്? റേഷൻ കടകൾ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടിട്ടുണ്ട്. 1943 ബംഗാളിലാണ് രൂക്ഷമായിട്ടുള്ള ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടത്. ബംഗാൾ തീരത്ത് അനുഭവപ്പെട്ട കൊടുങ്കാറ്റാണ് ഇത്തരത്തിലൊരു രൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തിലേക്ക് ബംഗാളിനെ നയിച്ചത്. ഏകദേശം 30 ലക്ഷത്തിലധികം പേര് ഈ ഒരു സമയത്ത് അവിടെ മരണപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ട മറ്റൊരു പോയിന്റാണ് മിശ്രഭോജനം. നമ്മുടെ കേരളത്തിൽ ജാതീയ അസമത്വങ്ങൾ നിലനിന്ന കാലത്ത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടുള്ള ആളുകൾ ഒരുമിച്ചൊന്നും ഭക്ഷണം കഴിക്കലുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ, പഠിച്ചു വെക്കുക, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ, വർഷം 1917 മെയ് 29. അതുപോലെ തന്നെ ചേരുംപടി ചേർക്കാൻ വരുന്ന ചോദ്യങ്ങളിൽ മിശ്രഭോജനം, സമപന്തി ഭോജനം, അത് നടത്തിയതാരാണ്, എവിടെ വെച്ചാണ് നടന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് മിശ്രഭോജനം, എറണാകുളം ജില്ല, ചെറായി. ഒരുപക്ഷെ ജില്ല ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ സ്ഥലമായിരിക്കും. അപ്പോൾ അത് കൃത്യമായി പഠിച്ചു വെക്കണം. വിദേശത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന കുറേ ഭക്ഷ്യവസ്തുക്കളാണ് ഈ തന്നേക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും സ്വദേശം എവിടെയെന്ന് നമുക്ക് നോക്കാം. പേരക്കയുടെ ജന്മദേശം അമേരിക്കയാണ്. പപ്പായയുടെ ജന്മദേശം മെക്സിക്കോയാണ്. പൈനാപ്പിളിൻ്റെ ജന്മദേശം തെക്കേ അമേരിക്ക. കശുവണ്ടി ബ്രസീൽ. മരച്ചീനി അമേരിക്ക. ഉരുളക്കിഴങ്ങ് പെറു, അമേരിക്ക. അമേരിക്കയിലെ മെക്സിക്കോയിലുണ്ടായ നമ്മുടെ സ്വന്തം പേരക്ക, അതിനെ വിളിക്കുന്നത് ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് കേട്ടോ. പോർച്ചുഗീസുകാരാണ് ഇവ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. വൈറ്റമിൻ A, B, C തുടങ്ങിയവയൊക്കെ ഈ ഒരു പേരക്കയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ്, 1498 വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ വിദേശത്ത് നിന്ന്, യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ വ്യക്തി വാസ്കോ ഡ ഗാമ. ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സമ്പ്രദായവും ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്നു. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുൻപത്തെ കാര്യമാണ് പറയുന്നത്. ഈ കാര്യം നമ്മൾ എങ്ങനെ അറിയണമെന്ന് ചോദിച്ചാൽ, സംഘകാല കൃതികളിലൂടെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ തരുന്ന ഒരു കൃതിയാണ്, അല്ലെങ്കിൽ സാഹിത്യമാണ് പഴന്തമിഴ് പാട്ടുകളും സംഘം കൃതികളൊക്കെ കേട്ടോ. അപ്പോൾ ഈ സംഘം കൃതികളിൽ ഇത്തരത്തിലൊരു ബാർട്ടർ സംവിധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ബാർട്ടർ സംവിധാനം അറിയപ്പെട്ടിരുന്ന പേര് നൊടുത്തൽ എന്നായിരുന്നു. നൊടുത്തൽ. PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നദീതട സംസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ധാന്യപുരയുടെ അവശിഷ്ടം കണ്ടെത്തിയത് ഹരപ്പയിൽ നിന്നാണ്. ഹരപ്പ. അതുപോലെ തന്നെ ഗ്രേറ്റ് ബാത്ത്, വലിയ കുളം, അത് മൊഹൻജൊദാരോയിൽ നിന്നാണ് കണ്ടെത്തിയത്. പിന്നെ ആഭരണങ്ങൾ, മുത്ത്, കപ്പലിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ലോത്തലിൽ നിന്നാണ്. ലോത്തൽ ഗുജറാത്തിൽ. പിന്നെ കറുത്ത വളകൾ, അത് കാളിബംഗനാണ്. രാജസ്ഥാനിലാണ് കാളിബംഗൻ. നെല്ല് കൃഷി ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ചിട്ടുള്ള ഹരപ്പൻ സംസ്കാര കേന്ദ്രങ്ങൾ ചോദിച്ചാൽ അത് ലോത്തൽ, റങ്പൂരാണ്. അടുത്തത് PSC ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായിട്ടുള്ള മൃഗം. അത് നായയാണ്. കൂടാതെ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രസ്താവന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അത്തരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരം അതേതാണ്? സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത ഉപയോഗിച്ചിരുന്നത് പരുത്തി, കമ്പിളി വസ്ത്രങ്ങളും. പിന്നെ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം, കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. പരുത്തി
ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്കും കൊണ്ടുപോയിട്ട് ഉണ്ടായിരുന്നു. പരുത്തിയുമായി ബന്ധപ്പെട്ട് PSC എല്ലായ്പ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓർമ്മിച്ചു വെക്കുക, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് കറുത്ത മണ്ണ് അഥവാ റിഗറാണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. ചണം ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ നിർമ്മിക്കുന്നത്. പിന്നെ നീലം കൃഷി ബംഗാളിലാണ് കൂടുതലായിട്ടും കൃഷി ചെയ്തിരുന്നത്. നീലദർപ്പൺ എന്ന് പറയുന്ന നാടകം എഴുതിയത് ആരാണ്? ദീനബന്ധു മിത്രയാണ്. അത് ഓർത്ത്. ഇറ്റലിയിലാണ് നവോത്ഥാനം തുടങ്ങിയത്, എന്നാൽ ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം തുടങ്ങിയത്. അപ്പോൾ വ്യവസായ വിപ്ലവത്തിന് കാരണമായിട്ടുള്ളത് തുണി വ്യവസായ രംഗത്ത് കണ്ടെത്തിയ പുതിയ പുതിയ യന്ത്രങ്ങളാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട യന്ത്രമായിരുന്നു സ്പിന്നിങ് ജെന്നി. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. തുണി വ്യവസായ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉപകരണമാണ് പവർലൂം അഥവാ യന്ത്രത്തറി. യന്ത്രത്തറി കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട് റൈറ്റ് ആണ്. എഡ്മണ്ട് കാർട്ട് റൈറ്റ്. വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ നോക്കാം. ജന്തുക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് ചെമ്മരി ആടിൽ നിന്ന് കമ്പിളി നാരാണ് എടുക്കുന്നത്. പിന്നെ പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാര് നിർമ്മിക്കുന്നുണ്ട്. പിന്നെ പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്ന ആ കൾച്ചറിനെ പറയുന്ന പേര് സെറി കൾച്ചർ എന്നാണ് കേട്ടോ. സെറി കൾച്ചർ. സസ്യങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും വസ്ത്രം നെയ്യാനായിട്ട് നാരെടുക്കുന്നത് പരുത്തി, ചണം തുടങ്ങിയവയിൽ നിന്നാണ്. പിന്നെ കൃത്രിമ നാരുകൾക്ക് ഉദാഹരണമാണ് പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്ന് എടുക്കുന്ന കൃത്രിമ നാരുകൾ. അപ്പോൾ കൃത്രിമ നാരുകൾക്ക് ഉദാഹരണം പോളിസ്റ്റർ, നൈലോൺ, റയോൺ തുടങ്ങിയവ. ചിലപ്പോൾ PSC ചോദിക്കുക എങ്ങനെയായിരിക്കും, തന്നിരിക്കുന്നതിൽ കൃത്രിമ നാര് ഏതാണെന്ന്. അതിനകത്ത് റയോൺ കൊടുക്കാം, നൈലോൺ കൊടുക്കാം, പോളിസ്റ്റർ കൊടുക്കാം. ഇനി ഇതൊന്നുമല്ല, ചണത്തിൻ്റെയും പരുത്തിൻ്റെയും ഒക്കെ കൂടിയാണ് റയോൺ കൊടുത്തതെങ്കിൽ ഓർമ്മിച്ച് വെക്കുക, റയോൺ ആയിരിക്കും അതിൻ്റെ ആൻസർ. പിന്നെ ഈ ഭാഗത്തുനിന്ന് എല്ലായ്പ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് തിരുവിതാംകൂറിൻ്റെ ശില്പി. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മാറിയത്. ആദ്യം തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും കൂടി തിരുവിതാംകൂറിൽ ഉൾപ്പെട്ടതായിരുന്നു. പിന്നീടാണ് ഇതിന് മാറ്റം സംഭവിച്ചത്. പിന്നെ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പോയിന്റ് തൃപ്പടിദാനം. 1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തിയത്. മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായിരുന്നു മേൽമുണ്ട് സമരം. മേൽമുണ്ട് സമരം, ചാന്നാർ ലഹള, തോൾശീലെ സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മേൽമുണ്ട് സമരമാണ്. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ്. വർഷം 1859. 1859. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം 1859 ചാന്നാർ ലഹളയുടെ പ്രചോദനമായിട്ട് പറയാറുണ്ട്. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാൻ കേണൽ മൺട്രോയാണ്. മദ്രാസ് പ്രസിഡൻഷ്യയിലെ ഗവർണറായിരുന്ന ചാൾസ് ട്രെവില്യൻ എല്ലാ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അനുവാദം നൽകുന്നതിനായി തിരുവിതാംകൂർ ഭരണാധികാരികളെ പ്രേരിപ്പിച്ചിരുന്നു. 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. ഓർമ്മിച്ചു വെക്കുക, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. വർഷം 1859 ജൂലൈ 26. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ആഗസ്റ്റ് 7 പ്രത്യേകത എന്താണ്? ദേശീയ കൈത്തറി ദിനം. 2015 മുതലാണ് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത്. മറ്റൊരു ചോദ്യം, 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത്. 1918. അടുത്തത് ഭൂപട നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി എന്നാണ് അറിയപ്പെടുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ വിളിക്കുന്ന പേര് കാർട്ടോഗ്രാഫർ എന്നാണ്. കാർട്ടോഗ്രാഫർ. നമ്മുടെ രാജ്യത്ത് മാപ്പുകൾ നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര സർക്കാർ ഏജൻസി സർവേ ഓഫ് ഇന്ത്യയാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. PSC ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്
തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വാസ്കോ ഡ ഗാമയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? അപ്പോൾ ഓർമ്മിച്ചു വെക്കുക, പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്നാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് കപ്പൽ കയറുന്നത്. 170 പേരടങ്ങുന്ന നാവിക സംഘമായിരുന്നു വാസ്കോ ഡ ഗാമയുടെ കൂടെ യാത്ര തിരിച്ചത്. കാറ്റിൻ്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്താണ് അവരെത്തിയത്. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്ദി തുറമുഖത്ത്, എവിടെയാണ് മലിന്ദി തുറമുഖം, അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ, ഏത് കാറ്റാണ്? മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് എത്തിപ്പെട്ടു. കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്താണ് അവർ എത്തിച്ചേർന്നത്. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോ ഡ ഗാമയും സംഘവും സാഹസികമായി എത്തിയ ഈ യാത്രയാണ് ചരിത്രത്തിൽ ഏറ്റവും ഇടം പിടിച്ചൊരു യാത്ര. അപ്പോൾ അവിടെ ഓർമ്മിച്ചു വെക്കണം, യൂറോപ്പിൽ നിന്ന് സമുദ്രമാർഗം ഇന്ത്യയിലേക്ക് എത്തിയ വ്യക്തിയാണ് വാസ്കോ ഡ ഗാമ. അടുത്തത് വൻകരകളാണ്. വൻകരകളെക്കുറിച്ച് പഠിക്കുമ്പം പ്രധാനമായിട്ടും 7 വൻകരകളാണുള്ളത്. 7 വൻകരകളിൽ വലിപ്പത്തിൽ 1-ാം സ്ഥാനത്ത് ഏഷ്യ, 2-ാം സ്ഥാനത്ത് ആഫ്രിക്ക, 3 നോർത്ത് അമേരിക്ക, 4 സൗത്ത് അമേരിക്ക, 5 അന്റാർട്ടിക്ക, 6 യൂറോപ്പ്, 7 ഓസ്ട്രേലിയ. ഇനി എന്താണ് വൻകര അഥവാ ഭൂഖണ്ഡം? സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായിട്ടുള്ള കരഭാഗങ്ങളാണ് വൻകര. അതുപോലെ ഇവിടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇപ്പോൾ PSC എല്ലായ്പ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിലൊന്ന് 243A. 243A ആണ് ഗ്രാമസഭയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിനെ സംബന്ധിച്ച് പറയുന്നത് 243K ആണ്. പിന്നെ ഇവിടെ ഓർമ്മിച്ചു വെക്കുക, 243A മുതൽ 243O വരെയാണ് പഞ്ചായത്തി രാജിനെക്കുറിച്ച് പറയുന്നത്. പഞ്ചായത്തി രാജിനെക്കുറിച്ച് പറയുന്ന ഭേദഗതി 73, 74 പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് നെഹ്റു ആണ് 1959 ഒക്ടോബർ 2. ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് രാജസ്ഥാനിലെ നാഗൂരാണ്. അടുത്തത് ജനാധിപത്യവുമായി ബന്ധപ്പെട്ട 2 ഡെഫിനിഷൻസ് ഉണ്ട്. ഒന്ന് എബ്രഹാം ലിങ്കൺ പറഞ്ഞത്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് എബ്രഹാം ലിങ്കൺ ആണ്. ഇനി ഗാന്ധിജി എന്താണ് ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞത്? ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരമുണ്ടായിരിക്കണം എന്നതാണ്. ഇപ്രകാരം ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട മറ്റൊരു പോയിന്റ്, ജനാധിപത്യം തുടങ്ങുന്നത് നഗരരാഷ്ട്രമായിട്ടുള്ള ഗ്രീസിലെ ഏതൻസിലാണ്. ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് ഗ്രീസിലെ ഏതൻസിൽ. എന്നാൽ ആധുനിക രീതിയിലുള്ള ജനാധിപത്യത്തിൻ്റെ തുടക്കം ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടതും ഇംഗ്ലണ്ടിൽ നിന്നാണ്. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓർമ്മിച്ചു വെക്കുക, ആരാണ്? പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറഡോട്ടസ്. ചരിത്രത്തിൻ്റെ പിതാവാരാണ്? ഹെറഡോട്ടസ് ആണ് കേട്ടോ. അടുത്തത് നമുക്ക് കേരള നിയമസഭയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വരാം. അതിനെക്കുറിച്ചും കൂടെ നോക്കാം. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. ആസ്ഥാനം തിരുവനന്തപുരം. നമ്മുടെ നിയമസഭയ്ക്ക് നിരവധി വഴികാട്ടികളുണ്ട്. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിരവധി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിതമായ വർഷം 1888. 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ. ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായത് 1904. 1949 തിരുകൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവയാണ് കേരള നിയമസഭയുടെ വഴികാട്ടികൾ. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 ഓർമ്മിച്ചു വെക്കുക, കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇനി അടുത്തത് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരം. സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടക്കണം. ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷമുണ്ടായിരിക്കും. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുന്ന നിയമവാഴ്ചയായിരിക്കണം ജനാധിപത്യത്തിൽ ഉണ്ടാവേണ്ടത്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ ഉണ്ടാവണം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയും ജനാധിപത്യ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നു.
സാർവത്രികമായിട്ടുള്ള പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് PSC ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഓർമ്മിച്ചു വെക്കേണ്ടത് 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. എന്നാൽ 61ാം ഭേദഗതിയിലൂടെയാണ് ഇത് 18 വയസ്സാക്കി കുറച്ചത്. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ ആർട്ടിക്കിൾ 324. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരുമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടാവുക. ഇനി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് 2 കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി TN ശേഷനാണ്. രമൺ മാഗ്സസെ പുരസ്കാരം നേടിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണറാണ് TN ശേഷൻ. 25ാമത്തെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ശ്യാം സരൺ നേഗിയാണ്. 5ാം ക്ലാസ്സിലെ SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള 1ാം വോള്യത്തിലെ ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കിയത്. അടുത്ത ഭാഗം അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ നിങ്ങൾക്ക് മുന്നോട്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക്